ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സ്മരഗരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം ദേഹി പദപല്ലവമുദാരം. സ്മരഗരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം ദേഹി പദപല്ലവമുദാരം. ജ്വലതി മയി ദാരുണോ മദനകഥനാരുണോ ഹരതു തതു പാഹിതവികാരം ഹരതു തതു പാഹിതവികാരം. പ്രിയേ ചാരുശീലേ മുഞ്ചമയി മാനമനിദാനം സപദി മദനാനലോ ദഹതി മമ മാനസം ദേഹി മുഖകമലമധുപാനം ദേഹി മുഖകമലമധുപാനം. സ്മരഗരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം ദേഹി പദപല്ലവമുദാരം. ഈ അഷ്ടപതി കേൾക്കുമ്പോൾ തന്നെ എന്നെ എല്ലാ ദിവസവും കേൾക്കുന്നവർക്കറിയാം ഈ അഷ്ടപതി ഏതാണെന്നും എത്രാമത്തേതാണെന്നും ഏതാണ് ഗീതമെന്നും എല്ലാം അറിയാം. ഞാനിത് സ്ഥിരം അഷ്ടപതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സ്ഥിരമായി എൻ്റെ മനസ്സിലേക്ക് ഓടി കയറി വരുന്ന ഒരു അഷ്ടപതിയിലെ ഒരു ഗീതമാണിത്. 19ാമത്തെ അഷ്ടപതി, ഗീതം 7. ഈ അഷ്ടപതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്താണിത്? ഏറ്റവും നമ്മൾ ഭക്തരായിട്ട് ഭഗവാനെ സ്നേഹിക്കുവാൻ, ഭക്തരാകുവാൻ ഒരു ഗോപീ ഹൃദയത്തിനങ്ങും ഒരു യോഗ്യതയില്ല എങ്കിലും ഒരു ഭഗവാന്റെ ഭക്തയാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അഷ്ടപതിയാണ് ഈ 19ാമത്തെ അഷ്ടപതി. അതായത് ഭഗവാനും രാധാദേവിയുമൊക്കെ പിണങ്ങിയതിന് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്നവർ, ഒരുപാട് സ്നേഹത്തിലിരിക്കുന്ന വ്യക്തികൾ പിണങ്ങിയതിന് ശേഷം ആ വിപ്രലംഭമൊക്കെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും ആ ഒന്നിക്കാൻ വരുന്ന ഒരു അവസരം, ഇണങ്ങാൻ കിട്ടുന്ന ഒരു അവസരം, ആ അവസരങ്ങളിൽ ആ ഇണങ്ങിക്കഴിയുമ്പോൾ എന്തൊക്കെ ആയിരിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയണം, ഇത്ര നേരം എന്നോട് പിണങ്ങിയിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ കുറേ ഇന്ന് പറയുന്നുണ്ട്, ഇനി വരട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കത്തില്ലേ? ആ ഒരു രസം, ഒരു സുഖം, ഒരു അനുഭൂതി ഒക്കെ നൽകുന്ന ഒരു അഷ്ടപതിയാണിത്. നമ്മളിപ്പോൾ ഭഗവാന്റെ ഭക്തരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും ഭഗവാന്റെ ഭക്തർ, ഈ ഭൂമി ഉണ്ടായതിനു ശേഷം ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള ആരാണ് ഭഗവാന്റെ ഭക്തർ എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സർവ്വസമയവും നാരായണ നാരായണ എന്ന് ജപിച്ച് നടക്കുന്ന നാരദ മഹർഷിയായിരിക്കും, അല്ലെങ്കിൽ ബ്രഹ്മദേവനോ സനകാദികളോ സപ്തഋഷികളോ അല്ലെങ്കിൽ ഋഷീശ്വരന്മാരോ ഒക്കെ ആണെന്ന് നമുക്ക് ചിലപ്പോൾ സംശയം വന്നേക്കാം, അല്ലേ? പക്ഷെ അവരാരുമല്ല. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ എന്ന് പറയുന്നത് ഭഗവാന്റെ ഗോപീജനങ്ങളാണ്, ഗോപാലകന്മാർ, ഗോപികൾ. അവർക്കൊരു നിമിഷം പോലും, ഇപ്പം ഭഗവാനുമായി ഗോക്കളെ മേയ്ക്കാൻ നടക്കുന്ന ഗോപന്മാർ, ഭഗവാനെ കണ്ണിൽ നിന്നും മാറി അകലെ ആകാൻ അവർക്ക് ഇഷ്ടമല്ല, ഭഗവാനെ കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല. രാത്രിയിലും ഭഗവാന്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ സാഹചര്യം കിട്ടിയാൽ അതും ചെയ്യും അവർ. ഒരു നിമിഷം പോലും ഭഗവാനെ ആ ഗോപാലകന്മാർക്ക് പോലും, ഗോപാല വൃന്ദങ്ങൾക്ക് പോലും അകന്നിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഗോപികകളുടെ ചിത്തചോരനായ ഭഗവാനെ, ആ ഗോപികൾക്ക് എങ്ങനെ ഭഗവാനെ അകന്നിരിക്കാൻ കഴിയും? അവർ ഭഗവാനെ കണ്ടതുപോലെ അവർ ഭഗവാനെ എപ്പോഴും മനസ്സുകൊണ്ട് ഇങ്ങനെ രുചിച്ചിറക്കി ആനന്ദിക്കുന്നത് പോലെ നമുക്കൊരു സാധനം നമുക്ക് രുചിക്കാൻ കിട്ടുകയാണ്. അത് രുചിക്കും തോറും ഇപ്പം നെല്ലിക്കയൊക്കെ രുചിക്കും തോറും
ആദ്യം കയ്പ്, പിന്നെ പുളിപ്പ്, ചവർപ്പ്, പിന്നെ മധുരമൊക്കെ തോന്നും. പക്ഷെ അതുപോലെയല്ല, രുചിക്കും തോറും തേനൂറുന്ന മധുരവും, ആ ഒരു മധുരം മാത്രമല്ല നമ്മുടെ ഹൃദയത്തെയൊക്കെ വശീകരിക്കുന്ന ഒരു സൗരഭ്യവും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും ആനന്ദം ചൊരിയുന്നതുമായ ഒരു അവസ്ഥ, ഒരു സാധനമാണ് നമ്മളിട്ട് നുണയുന്നതെങ്കിൽ നമ്മൾ അതിനെ എപ്പോഴെങ്കിലും തുപ്പിക്കളയാൻ തോന്നുമോ? നമുക്കെപ്പോഴും ഉന്മേഷം തരുന്ന, വളരെ കൂടുതൽ എനർജി തരുന്ന, ആനന്ദം തരുന്ന, മനസ്സിന് തൃപ്തി തരുന്ന ഒരു സാധനമാണ് നമ്മൾ നുണഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ അത് ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും അതെടുത്ത് കളഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ തോന്നുമോ? അതുതന്നെയാണ് ഗോപീ ഹൃദയങ്ങളിൽ ഭഗവാനോടുള്ള ആ ഒരു രുചി, ആ ഭഗവാനോടുള്ള പ്രേമത്തിൻ്റെ രസം. അതിനെ എന്താണ് പറയുന്നത്? അതാണ് ശരിക്കും പ്രേമം. അല്ലാതെ ഇപ്പോൾ ആണും പെണ്ണും കൂടെ കാണിക്കുന്നതല്ല പ്രേമം എന്ന് പറയുന്നത്. പ്രേമമെന്ന് വെച്ചാൽ എത്ര ഉദാത്തമാണെന്ന് ആ ഗോപാലകന്മാരും ഭഗവാനും, ഗോപികമാരും ഭഗവാനും, ആ വ്രജവാസികളും ഭഗവാനും തമ്മിലുള്ള ആ അടുപ്പം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. നമ്മൾ ആ തലമൊന്നും അല്ലല്ലോ. എങ്കിലും നമുക്ക് ഇത്തിരിയെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത്രയും ഭഗവാന്റെ കൃപ. അപ്പോൾ അവർ ഏത് നിമിഷവും ആ ഭഗവാനെ രുചിക്കുകയാണ്. കാണുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ച് ഭഗവാനെ ആനന്ദത്തോടെ കണ്ട് നിറയ്ക്കുന്നു. ആ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് ആ നിറവെന്നുള്ള അനുഭൂതി ഉണ്ടാകുന്നത്. ഭഗവാൻ രാവിലെ ഗോക്കളുമായി പോയി കഴിഞ്ഞാലോ വരുന്നതുവരെ ആ തങ്ങളുടെ പ്രേമസ്വരൂപനായ ആളിനെക്കുറിച്ച് എപ്പോഴും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊരാളെ പ്രണയിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ പ്രണയത്തിൻ്റെ മാധുര്യം ഏറ്റവും നിറഞ്ഞു നിന്ന് കഴിയുമ്പോൾ അത് വെളിയിലേക്കൊക്കെ തുളുമ്പി പോകുന്നത് കൊണ്ടാണ് മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ കേൾക്കുന്നവരും കൂട്ടുകാരൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും രണ്ടുപേർക്ക് ഇതൊക്കെ പറഞ്ഞ്. അപ്പോൾ കൂടുതൽ കൂട്ടുകാരോട് പറയും. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഒരു സുഗന്ധമാണ് വാക്കുകളിലൂടെ പുറത്തേക്ക് പോകുന്നത്, ഉള്ളു നിറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ വൃന്ദാവനത്തിൽ എല്ലാവർക്കും ഒരാളേ ഉള്ളു. അവരുടെയൊക്കെ മാനസചോരൻ, അവരുടെ എല്ലാം ചിത്തചോരനായി ഒരാൾ മാത്രമാണ്. പറയുന്നതോ ധാരാളം ഗോപികമാരും. അപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ, എല്ലാവരുടെയും മനസ്സിനെ ഹഠാതാകർഷിക്കുന്ന, എല്ലാവർക്കും മനസ്സുകൊണ്ട് പ്രേമം വാരിക്കോരി ചൊരിയുന്ന ആ കണ്ണനെക്കുറിച്ചല്ലേ അവർക്ക് പരസ്പരം പറയാനുള്ളൂ. കണ്ണനോടുള്ള ആ മാധുര്യ പ്രേമം അവർ പരസ്പരം, ആ ഗോപികമാർ പരസ്പരം അത് പറഞ്ഞ് ആനന്ദിക്കുകയും അവർ പരസ്പരം ആലിംഗനം ചെയ്യുകയുമാണ്. കണ്ണനെ കാണാത്ത സമയങ്ങളിൽ ആ കണ്ണനോടുള്ള പ്രേമം കൊണ്ട് അവരുറങ്ങുന്നതും ഉണരുന്നതും ഒരുങ്ങുന്നതും ആഹാരം കഴിക്കുന്നതും അവരുടെ നിത്യേനയുള്ള കർമ്മങ്ങൾ ഓരോന്നും അനുഷ്ഠിക്കുന്നതും ഭഗവാന് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്ന എത്ര ഭക്തരുണ്ട്. ആ ദ്വാപര യുഗം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ടാകും? മീരാഭായിയോ നമ്മുടെ കുറൂരമ്മയോ പൂന്താനം നമ്പൂതിരിയോ, അങ്ങനെ ആരും വളരെയൊക്കെ ചുരുക്കം പേരല്ലേ ഉള്ളൂ. ദ്വാപര യുഗത്തിന് ശേഷം ഈ കലിയുഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചു പേരെ, അത് നമ്മൾ കേരളത്തിൽ നമ്മൾ അറിയുന്നവരെ കുറിച്ച് നമ്മുടെ അറിവിലുള്ളതാണ്, കേരളത്തിലുള്ളതല്ലല്ലോ മീരാഭായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ ഭഗവാന് വേണ്ടി ജനിച്ച്, ഭഗവാന് വേണ്ടിയിട്ട് ജീവിച്ച്, ഭഗവാന് വേണ്ടിയിട്ട് അവസാന സമാധിയിലെത്തുന്നു. അങ്ങനെ ഉള്ളവരെ എങ്ങനെ വരുന്നവരാണ്? ആ ജന്മജന്മാന്തരങ്ങളായി ഈ ഭക്തിയുത സേവനത്തിലൂടെ കടന്നു വന്ന് അവസാനത്തെ ഒരു ജന്മമാകാം അവർക്ക്. ഈ മനുഷ്യജന്മത്തിൽ, ശ്രേഷ്ഠമായ ജന്മം ബോധമണ്ഡലത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വന്നിട്ട് ഭഗവത് സന്നിധിയെ പ്രാപിക്കുവാനുള്ള ഒരു ജന്മമാകാം അവരുടേത്. ഈ ഗോപികമാരെ പോലെ തന്നെ അങ്ങനെ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാകാം അങ്ങനെ ഒരു ഉദാത്തമായ ഭക്തിയിലേക്ക് വരുന്നത്. ഈ ഗോപികമാർ അവരേത് സമയവും ഭഗവാനെ രുചിച്ച് സന്തോഷിച്ച് ആ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് അവരുടെ ഓരോ കർമ്മങ്ങളും ചെയ്തു. നമുക്കങ്ങനെ പറ്റുമോ? അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്യൂ എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ് നമ്മളോട്. ആരെ പോലെയാണ്? ഗോപികമാരെ പോലെ. ആ വൃന്ദാവനത്തിലെ ശുദ്ധ ഹൃദയമുള്ള പരിശുദ്ധകളായ നിർമ്മലരായ ഭഗവാനെ മാത്രം. അങ്ങനെയാണ് ഒരു ഭഗവത് ഭക്തർ, യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധിയുള്ള ഭക്തരുടെ ലക്ഷണമാണ് ആ വ്രജഭൂമിയിലെ മനുഷ്യരുടെ ഹൃദയം.
എത്ര നിഷ്കളങ്കർ. നമ്മളെപ്പോലുള്ള കുടില ഹൃദയക്കാർ അവിടെ ചെന്ന് തോന്നും ഇവരൊക്കെ വെറും പൊട്ടന്മാർ, പാവത്തുങ്ങൾ, അയ്യോ എന്ത് നിഷ്കളങ്കർ. അതാണ് ശരിക്കും. അവർ പൊട്ടരും പാവരും ഒന്നും അല്ല. അതാണ് യഥാർത്ഥ ഭക്തി, നിഷ്കളങ്ക ഭക്തി. ഒരു കുഞ്ഞിന് എന്തെങ്കിലും കാപട്യമോ വഞ്ചനയോ അല്ലെങ്കിൽ അസൂയയോ ബുദ്ധിമുട്ടോ കുശുമ്പോ വല്ലതും അറിയാനുണ്ടോ? പ്രതികാരമോ അങ്ങനെ വല്ലതും ഉണ്ടോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ? അത് കാണുന്നതെല്ലാം അതിന് സന്തോഷം. എന്ത് കണ്ടാലും സന്തോഷം. എല്ലാം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. എവിടെ ആര് ചിരിച്ചാലും അതും ചിരിക്കും. ആരുടെയെങ്കിലും വിഷമം കണ്ടാൽ അതും ഇരുന്ന് കരയും. അത് ആ നിഷ്കളങ്കതയാണ് ഒരു ഭക്തൻ്റെ പൂർണ്ണമായിട്ടുള്ള ഏറ്റവും വലിയ മുഖമുദ്ര. അതാണ് അത് ഭഗവാൻ ജീവിച്ച മണ്ണിൽ ഇപ്പോഴും ജീവിക്കുന്നവർക്ക് ആ നിഷ്കളങ്കതയാണ് അവർ സൂക്ഷിക്കുന്നത്. കാരണം ആ ഭഗവാന്റെ ആ അദമ്യമായ ആ അലൗകികമായ ആ ശക്തിവിശേഷം അവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇപ്പോഴും ഉണ്ടല്ലോ. എല്ലായിടവും ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ തന്നെയാണ് നാം വസിക്കുന്നതും നമ്മളും ഭഗവാനാണ്. നാം കാണുന്നതും കേൾക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും എല്ലാം ഭഗവാനിൽ തന്നെയാണ്. പക്ഷേ ഭഗവാൻ ഒരു പൂർണ്ണ ശരീരനായി പൂർണ്ണ അവതാരമെടുത്ത് ആ വന്ന സ്ഥലത്ത്, ഓടിക്കളിച്ച സ്ഥലത്ത്, ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കഴിച്ചുകൂടിയ ആ സ്ഥലത്ത് ആ ഭഗവാന്റെ ആ അലൗകികമായിട്ടുള്ള ശക്തിവിശേഷം എപ്പോഴും തിങ്ങി നിൽക്കും. ഭഗവാന്റെ മാത്രമാണോ? ഭഗവാനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ച നൂറുകണക്കിന് ഭക്തജനങ്ങളായിട്ടുള്ള മനുഷ്യരും ജീവിച്ച ആ പുണ്യഭൂമിയിലൊക്കെ ചെന്ന് നമ്മുടെ പാദം സ്പർശിക്കുന്നത് തന്നെ, നമ്മുടെ ഈ ജഡശരീരം അവിടെ ഒന്ന് സ്പർശിക്കുന്നത് തന്നെ നമ്മുടെ ജന്മാന്തര പുണ്യമാണ്. അപ്പോൾ അതുപോലെയുള്ള ഭക്തി, എന്ത് കർമ്മം ചെയ്യുമ്പോഴും നീ എന്നെ ആലോചിച്ച് ചെയ്യൂ, നീ എനിക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറഞ്ഞത് ആരെ പോലെ ചെയ്യാനാണ് പറഞ്ഞത്? ആ ഗോപികമാരെ പോലെ ആവൂ നിങ്ങളും എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവത്ഗീത നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പറഞ്ഞു തന്നതാണ് ഭഗവാൻ. നിങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ ഭക്തരാകേണ്ടത്, എങ്ങനെ വന്നാലാണ് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്നത് പൂർണ്ണമായി, എന്നിൽ ആനന്ദം കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഭഗവാനിൽ ആനന്ദമൊന്നുമല്ല കണ്ടെത്തുന്നത്, ആശ്വാസമാണ് കണ്ടെത്തുന്നത്. ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങൾക്ക്, എൻ്റെ ആവശ്യങ്ങൾക്ക്, എൻ്റെ വേദനകൾക്ക്, എൻ്റെ ദുഃഖങ്ങൾക്കെല്ലാം ഒരു പരിഹാരം തരൂ എന്ന് പറഞ്ഞ ആശ്വാസമല്ലേ കണ്ടെത്തുന്നത്? അല്ലേ? സത്യമല്ല ഞാൻ പറയുന്നത്? പക്ഷേ ഗോപികമാർ ആശ്വാസമൊന്നുമല്ല കണ്ടെത്തിയേ, അവർ ആനന്ദമാണ് കണ്ടെത്തിയത്, പരമാനന്ദമാണ് കണ്ടെത്തിയത്. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ ആലോചിച്ച്, ഭഗവാന്റെ കാര്യം സംസാരിച്ച്, ഭഗവാനെ കണ്ട്, ഭഗവാനെ സ്പർശിച്ച്, ഭഗവാന്റെ കരവലയത്തിൽ ഒതുങ്ങി, ഭഗവാന്റെ ആ പരിരംഭണങ്ങളൊക്കെ ഏറ്റ് അവർ ആ ഒരു പൂർണ്ണമായ ഒരു സമാധിയിൽ ഒരു യോഗിക്ക് അനുഭവിക്കുന്ന ആ ഒരു നിർവികൽപ്പ സമാധിയിൽ ഒരു യോഗി അനുഭവിക്കുന്ന പരമാനന്ദമുണ്ടല്ലോ, ആ ആനന്ദമാണ് ആ ഗോപികമാർ അവരുടെ കർമ്മങ്ങളിലൂടെ ചെയ്തത്, അവർക്ക് ലഭിച്ചത്, കർമ്മങ്ങളിലൂടെ അവർക്ക് ലഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെവിടെയും പോയില്ല യോഗിയായിരിക്കാനും ഒന്നും. പക്ഷേ അവരുടെ ജന്മാന്തരങ്ങളായി അവർ ആ ഒരു യോഗി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഏകാന്തത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ദ്വാപര യുഗത്തിൽ ഭഗവാൻ യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ അവതാരം ചെയ്തപ്പോൾ ഭഗവാനെ പൂർണ്ണമായി എങ്ങനെയാണോ അവർക്ക് ഭഗവാനെ വേണ്ടതെന്ന് അവരെ ആഗ്രഹിച്ചു, അതുപോലെ തന്നെ സംഭവിച്ചു. ഭഗവാന്റെ പ്രേമ കടാക്ഷങ്ങൾ കൊണ്ട്, ഭഗവാന്റെ കളിവാക്കുകൾ കൊണ്ട്, ഭഗവാനോടൊത്ത് നൃത്തം ചെയ്ത്, ഭഗവാൻ വളരെ സ്നേഹത്തോടുകൂടി ഭഗവാന്റെ ആനന്ദ ലീലകളൊക്കെ കണ്ട് അനുഭവിച്ച് അതിൽ മനസ്സ് നിറഞ്ഞ്, അതിൽ പരം ഇനിയും വേണോ അവർക്ക് വല്ല സന്തോഷവും? ഒരു ഭക്തന് അല്ലെ ഒരു ഭക്തയ്ക്ക് അതിൽ പരം വല്ലതും കിട്ടാനുണ്ടോ? നമ്മളെ ഈ ജയദേവരുടെ ഗീത ഗോവിന്ദം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആ ഭഗവാൻ ഗോപികമാരുമായി, അതായത് ഗോപി ഓരോ ഹൃദയവും ആഗ്രഹിക്കുവാണ്, എന്നെ വന്നൊന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ കണ്ണൻ, എന്നെ എന്നെ ഒന്ന് ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ കരവലയത്തിൽ കണ്ണനൊന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ, അല്ലെ കണ്ണൻ്റെ കരവലയത്തിൽ എനിക്കൊന്ന് ഒതുങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ വിരലിൽ പിടിച്ചുകൊണ്ട് കണ്ണനൊന്ന് നൃത്തം ചെയ്തിരുന്നെങ്കിൽ, കണ്ണൻ എനിക്ക് വേണ്ടി ഒന്ന് ഓടക്കുഴൽ ഊതിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മളുടെ ഭക്തരുടെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ? ഗോപികമാരുടെ ആഗ്രഹം. ചിലർ ഗോപകന്യകമാർ ഇങ്ങനെ കണ്ണൻ ആലപിക്കുന്ന ആ പുലാങ്കുഴൽ നാദത്തിനൊപ്പം നൃത്തം ചെയ്യുന്നു, നയനമനോഹരമായിട്ടുള്ള ആ മനോഹരമായ നൃത്തം. ചിലർ അവരുടെ വളകളൊക്കെ കണ്ണൻ്റെ
ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ വളകൾ തമ്മിൽ കൂട്ടിയടിച്ച് അതിനനുസരിച്ച് താളം വയ്ക്കുന്നു. ചിലർ ഭഗവാന്റെ ആ വൈഭവത്തെ, ഭഗവാൻ ഗോപികമാരോടൊത്ത് നൃത്തം ചെയ്യുന്നു, അടുത്ത ഗോപികയെ സന്തോഷിപ്പിക്കുന്നു, മറ്റൊരു ഗോപികയെ കടാക്ഷം കൊണ്ടിങ്ങനെ നോക്കി വളരെ രസിപ്പിക്കുന്നു, വേറൊരു ഗോപികയുടെ ചേലയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് ഓടുന്നു. ഇങ്ങനെയുള്ള ആ രംഗങ്ങളൊക്കെ കണ്ണൻ അവരോടൊപ്പം നിൽക്കുമ്പോഴും മറ്റൊരാളുടെ കൂടെ ഓടി നടക്കുമ്പോഴും എല്ലാം അവരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുകയാണ്. ഗോപികമാർ കണ്ണനേക്കാളും ശരീരം കൊണ്ട് മുതിർന്നവരാകാം, ജനനം കൊണ്ട് ആ ശരീരത്തിൽ. പക്ഷേ ഏത് മുതിർന്നവർക്കും, ഏത് ചെറിയവർക്കും, ഏത് കിശോരന്മാർക്കും കിശോരികൾക്കും കണ്ണൻ അവർക്ക് പ്രിയപ്പെട്ടതാണ്. അവരുടെ ഹൃദയത്തിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന ഒരു ചെറിയ കുഞ്ഞോ അല്ലെ ഒരു കാമുക രൂപത്തിലോ അല്ലെങ്കിൽ വളരെ നമുക്ക് ഉപദേശങ്ങളൊക്കെ തരുന്ന ഒരു തത്വജ്ഞാനിയോ ഒക്കെയായിട്ട്, എന്നാലും എല്ലാവർക്കും ഇഷ്ടം കണ്ണൻ കിശോരനായിട്ടും കുട്ടിയായിട്ടും ആ വെണ്ണകെട്ടുണ്ടെന്ന ആ ഉണ്ണി കണ്ണനായിട്ടും ഒക്കെ കാണാനല്ലേ നമുക്ക് ആഗ്രഹം. പക്ഷെ എല്ലാറ്റിലും ഭഗവാന്റെ ആ ഭാവം, ഭഗവാൻ ഏത് രൂപത്തിലിരുന്നാലും, ഏത് രൂപത്തിൽ ആ കുട്ടിയായിട്ടുള്ള രൂപം നമുക്ക് തരുന്നത് എന്തിനാണ്? നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഒരു കുട്ടിയുടെ പോലെ നിഷ്കളങ്കത്വം ഉണ്ടാവാൻ വേണ്ടിയാണ് ഭഗവാൻ നമുക്ക് ആ കുട്ടിയുടെ രൂപം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു തരുന്നത്. അങ്ങനെ ഭഗവാൻ ആ ഗോപികമാരുടെ ഉള്ളിൽ ആനന്ദലീലകൾ, പ്രേമലീലകൾ ആടി തിളങ്ങി ഇങ്ങനെ ശോഭിക്കുകയാണ്. ചില ഗോപികമാരെ പരിരംഭണം ചെയ്യുന്നു, മറ്റൊരു ഗോപികയെ ഉമ്മ വയ്ക്കുന്നു, ഇനിയും വേറൊരു ഗോപികയെ തൻ്റെ മധുരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട്, മൊഴികൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്നു, വേറൊരു ഗോപികയോട് വശ്യമായി ചിരിക്കുന്നു, അവളോട് കടാക്ഷിക്കുന്നു, അതിസുന്ദരമായ രീതിയിൽ മറ്റൊരു ഗോപികയെ പിന്തുടരുന്നു. ഇങ്ങനെ ഭഗവാന്റെ കേളികൾ കണ്ടു നിൽക്കുന്ന ഗോപകന്യകമാരിൽ സന്തോഷമുണ്ടാകുന്നു. അവരുടെ മനസ്സുകളിൽ വസന്തം വാരി വിതറുന്നു. എവിടെയാണ് വസന്തം വാരി വിതറിയേ? മധുവനത്തിലാണ് കൃഷ്ണനും ഗോപികമാരും രാധാദേവിയുമൊത്ത് ആനന്ദലീലകൾ ആറാടിയത്. ഈ മധുവനം എവിടെയാണ്? വൃന്ദാവനത്തിലാണ്. പക്ഷേ ഈ ഓരോ ഭക്തരുടെയും ഹൃദയമാണ് മധുവനം. മധു ചുരത്തുന്ന, തേൻ ചുരത്തുന്ന മനോഹരമായ ആ നിബിഡമായ മനോഹരമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ വനമെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സാണ്. ഭഗവാനും ആ ആത്മാവും, ആ ജീവാത്മാവും പരമാത്മാവും കൂടി സമ്മേളിക്കുന്ന, ആനന്ദ നൃത്തം ചെയ്യുന്ന മധുവനമാണ് ഓരോരുത്തരുടെയും ഹൃദയം. ആ മധുവനത്തിലേക്കാണ് വസന്തകാലത്തിൻ്റെ ആ ഊഷ്മളമായ ഭംഗി വാരിക്കോരി വിതറിക്കൊണ്ട് ഭഗവാൻ കടന്നു വരുന്നത്. ആ ഭഗവാൻ കടന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ വരവേൽക്കാൻ നമ്മുടെ മനസ്സ് മധുവനമാക്കി മാറ്റണം. ആനന്ദത്തിൻ്റെ ഒരു പാരമ്യത്തിൽ, ഒരു പരമകാഷ്ഠയിൽ എത്തുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. ഭഗവാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭഗവാനിൽ ആശ്വാസം കണ്ടെത്തുകയല്ല, ഭഗവാനിൽ സന്തോഷം കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. അതിനുവേണ്ടി നാം നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുവാൻ വേണ്ടി ഭഗവാന് വിട്ടുകൊടുക്കണം. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ശുദ്ധമാകുന്നത്? ശുദ്ധമായ ഹൃദയത്തിലെ ഭഗവാൻ ഇരിക്കുള്ളൂ എന്ന് പറയും. ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് തേച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി ഭഗവാന് കൊടുക്കണോ? വേണ്ട, അതുപോലും നമ്മൾ ചെയ്യേണ്ട. പിന്നെന്ത് ചെയ്യണം? ഭഗവാനെ ആഗ്രഹിച്ചാൽ മാത്രം മതി. ഭഗവാനാണ് ആ കഴുകുന്ന ആൾ. നമ്മൾ ഭഗവാനെ ആഗ്രഹിക്കുക. ഭഗവാനെ, എൻ്റെ ഹൃദയത്തിൻ്റെ കവാടം നിനക്ക് വേണ്ടി ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങ് എന്നിലുണ്ടായിട്ട് ഞാനത് അനുഭവിക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അവിടുന്ന് എന്നിലേക്ക് കടന്നു വരൂ, എനിക്ക് ആ അനുഭവം തരൂ. അങ്ങയുടെ പ്രേമസ്വരൂപമായ ആ മനോഹരമായ വേണുനാദം എൻ്റെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കട്ടെ, എൻ്റെ ജീവിതത്തെ പൂവണിയിക്കട്ടെ. എൻ്റെ ഹൃദയമാകുന്ന ഈ മധുവനത്തിൽ വസന്തത്തിൻ്റെ ആ മുല്ലമുട്ടകൾ പൊഴിയട്ടെ, അല്ലെങ്കിൽ ആ മുല്ലമുട്ടകൾ വിടരട്ടെ. അതിൻ്റെ സൗരഭ്യം കൊണ്ട് ഞാൻ ജീവിതത്തിൽ ധന്യയാകട്ടെ എന്നൊക്കെ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി നമ്മുടെ ഹൃദയ കവാടം തുറന്നിടുമ്പോൾ ഭഗവാൻ മെല്ലെ മെല്ലെ കാൽ ചിലമ്പുകൾ വെച്ച് നമ്മുടെ ഹൃദയ കവാടം തുറന്ന് അകത്തു വന്നിരുന്നിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അഴുക്കുകൾ കഴുകിക്കളയാൻ ആരംഭിക്കും ഉണ്ണിക്കണ്ണൻ. അങ്ങനെ കഴുകി 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 ഭഗവാൻ
നല്ല വൃത്തിയായി ക്ലിയറായി വെളിയിൽ നിന്ന് നോക്കിയാൽ അകം കാണാവുന്ന വിധത്തിൽ അത്ര സ്ഫടികമാക്കി മാറ്റും നമ്മുടെ ഹൃദയം. അങ്ങനെ ആ നിർമ്മലമായ ഹൃദയത്തിൽ ഭഗവാൻ വേണുഗാനമൂതി ഇങ്ങനെ ആ മനോഹരമായ ഗാനം പൊഴിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്ത് അവിടെ സ്ഥിരമായി നിലനിൽക്കും. പിന്നെ നമുക്ക് അവിടെ നിന്നൊരു പുറത്തേക്കൊരു പോക്കോ അകത്തേക്കൊരു പോക്കോ ഇല്ല. അതാണ് ശരിയായിട്ടുള്ള ഒരു ഭക്തിയുടെ തുടക്കം. അതിനുവേണ്ടി നാം ഭഗവാനെ ക്ഷണിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നലെ ഏകാദശി എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാരണയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ എല്ലാവരും. ഞാനും ഏകാദശി വ്രതത്തിൽ ഇരിക്കുകയായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, ഒത്തിരി സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ളൊരു എനർജി ഇല്ല. വ്രതം എടുക്കുന്ന അന്ന് പിന്നെയും എനർജി ഉണ്ട്, പിറ്റേ ദിവസം ആകുമ്പോൾ ഉള്ള എനർജി എല്ലാം പോകും. എങ്കിലും എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ സംസാരിക്കാനിരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ ഹൃദയത്തിൽ ചേർക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം മധുവനമാകട്ടെ. ഭഗവാന്റെ ആ വേണുഗാനം പൊഴിക്കുന്ന മനോഹരമായ ആ മധുവനത്തെ നമ്മുടെ ഹൃദയത്തിൽ ചേർക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.